വാഴ 2 സിനിമയുടെ ട്രെയിലർ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. 2 മിനിറ്റ് ട്രെയിലർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ട്രെയിലർ തന്നെയാണ്. ഗംഭീരമായ പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ അമീനും പിള്ളാരും പിന്നെ നമ്മുടെ ഹാഷിറും പിള്ളാരും കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും കാണാൻ സാധിക്കുന്നത് നമ്മുടെ ബിഗ് സ്ക്രീനിൽ. എന്തായാലും ഏപ്രിൽ 2 സിനിമയ്ക്ക് ഒരു സോളോ റിലീസ് ആയതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നമ്മുടെ ദൃശ്യം സിനിമയുടെ റിലീസ് മെയ് മാസം മാറ്റിയ സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ട്രെയിലർ നോക്കുകയാണെങ്കിലും പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ്. ഇപ്പൊ തന്നെ ഒരുപാട് ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും കാണുന്നുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ ഒരുപാട് ക്ലിപ്സ് ആയിട്ട്. പിന്നെ നമ്മുടെ ഹാഷിയുടെ പെർഫോമൻസ് എന്തായാലും ഫുൾ ടൈം ആയിട്ട് കാണാൻ പോവാണ്. കാരണം നമ്മുടെ ഹാഷിറാണ് ഇതിൽ മെയിൻ ലീഡായിട്ട് വരാൻ പോകുന്ന സിനിമയിൽ ആ ഒരു ടീം. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ കോമഡി എലമെന്റ്സ് നല്ലപോലെ വർക്ക് ആവുന്നുണ്ട്. ഒരുപാട് ഫൈറ്റ് സീൻസ് ഉണ്ട് കോളേജിൽ തന്നെ. പിന്നെ ഒരുപാട് ഫസ്റ്റ് പാർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടിയും റിയാലിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് സ്റ്റുഡൻസിന്റെ കോളേജ് ലൈഫിന് ശേഷമുള്ള സ്റ്റോറീസ് ഒക്കെ. എന്തായാലും പടം പിന്നെ നമ്മുടെ പ്രേമം സിനിമയുടെ റെഫറൻസ്, പിന്നെ ലൂസിഫർ നമ്മുടെ ലാലേട്ടൻ റെഫറൻസ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് സിനിമ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ. പിന്നെ പെട്ടെന്ന് സിനിമ കോമഡിന്ന് പെട്ടെന്ന് നമ്മുടെ വാഴ 1 എന്ന സിനിമ പോലെ തന്നെ ട്രെയിലറിൽ പെട്ടെന്ന് ഇമോഷണൽ ട്രാക്കിലോട്ട് മാറുന്നുണ്ട്. നല്ലപോലെ കണക്ട് ആവുന്നുണ്ട്. കോമഡി ആണെങ്കിലും ഇമോഷണൽ സീൻസ് ആണെങ്കിൽ പോലും ട്രെയിലർ കാണുമ്പോൾ തന്നെ എന്തായാലും നല്ലൊരു പോസിറ്റീവ് ട്രെയിലർ തന്നെയാണ്. എന്തായാലും നല്ല റെസ്പോൺസ് കാണുന്നുണ്ട് നമുക്ക് ട്രെയിലറിന്റെ കമന്റ് ബോക്സ് പരിശോധിക്കുകയാണെങ്കിൽ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നല്ല റെസ്പോൺസിനായിട്ടും അതുപോലെ തന്നെ നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷനായിട്ടും നല്ലൊരു പ്രീ സെയിലിനായിട്ടും എന്തായാലും ബുക്കിംഗ് എന്തായാലും വരും ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും കാത്തിരിക്കുന്ന ശേഷം നമുക്ക് വാഴ സിനിമയുടെ 2 ഭാഗത്തിനായിട്ട് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ന്യൂസ് ചാനൽ.